ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാണാൻ നല്ല മൊഞ്ചും നല്ല ക്രിസ്പിയുമായുള്ള ഒരു പപ്പായ വടയുടെ റെസിപ്പിയുമായാണ്. അതിനായി ഒരു പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നീളത്തിലൊക്കെ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഒരു ബൗളെടുത്ത് ഗ്രൈൻഡ് ചെയ്ത പപ്പായ ഇട്ട് കൊടുക്കാം. പപ്പായ നമ്മുടെ നാട്ടിലും പറമ്പിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കിട്ടേണ്ടത്. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരമായി കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇതുണ്ടാക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളിവടയുടെ ഷേപ്പിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കാം. ഒരു ഭാഗമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ബാക്കി എല്ലാതും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ പപ്പായ കൊണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻറ്റ് അറിയിക്കുക. നമ്മുടെ പപ്പായ കൊണ്ട് ഉണ്ടാക്കിയ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.